ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, സഹോദരി സഹോദരന്മാർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, പരസ്പരം ബിസിനസ് പങ്കാളികൾക്കിടയിൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും എടുത്തു നോക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്ന ഒരു സമ്പ്രദായം കാണാറുണ്ട്. ഇവർക്ക് പിണങ്ങിയതിനു ശേഷം മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. ഇനി എങ്ങനെ അവനുമായി ഇണങ്ങാം? പല വഴികൾ ഞാൻ അന്വേഷിച്ചു നോക്കി, പക്ഷെ അവൻ എന്നോട് മിണ്ടുന്നില്ല, അടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഉപകരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ഒരു വഴിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക. വളരെ ചുരുക്കി വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. പറഞ്ഞതുപോലെ തന്നെ നമുക്കിടയിലുള്ള പിണക്കങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറഞ്ഞത് കാണാൻ കഴിയും. സൂറത്ത് യാസീനിലെ 8-9 ആയത്തുകൾ ഒരാള് പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ പിണങ്ങി നിൽക്കുന്ന, ആരോടാണോ അവൻ പിണങ്ങി നിൽക്കുന്നത് അവർക്ക് ഇവനോട് അടുക്കാനുള്ളതായിരിക്കുന്ന മനസ്സ് തോന്നിപ്പിച്ചു കൊടുക്കുമെന്ന് കാണാൻ കഴിയും. അപ്പോൾ യാസീനിലെ ഈ 2 ആയത്തിനെ നാം ഒരു 11 വട്ടമെങ്കിലും ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ ദിവസവും, ഒരു ദിവസം ചെയ്തതുകൊണ്ട് തന്നെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. തുടർച്ചയായി ദിവസങ്ങളിൽ നാം ചൊല്ലുകയും നാം ഈ ആയത്തുകളെ ഓതുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. പടച്ച റബ്ബേ, എൻ്റെ സ്നേഹിതനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ എന്നിലേക്ക് സ്നേഹത്തോടെ അടുപ്പിച്ചു തരണേ എന്ന് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അല്ലാഹു തആല നമുക്കതിനുള്ളൊരു പരിഹാരം കാണിച്ചു തരും. മറ്റൊരു മാർഗം പണ്ഡിതന്മാർ പറയുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്നുള്ളതായിരിക്കുന്ന ഇസ്മിനെ ഓരോ ദിവസവും 1000 തവണ ചൊല്ലുക. 41 ദിവസം തുടരെയായി ചൊല്ലണമെന്ന് കിതാബുകളിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നിലക്കും അവർ പിന്നീട് പിരിയാത്ത രൂപത്തിലുള്ളതായിരിക്കുന്ന സ്നേഹബന്ധം അവർ ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഈ 2 മാർഗവും നാം സ്വീകരിക്കുക. അല്ലാഹു തആല നമുക്കിടയിൽ സ്നേഹബന്ധങ്ങൾ നിലനിർത്തി തരുമാറാകട്ടെ. ഐക്യത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.